ഹായ്, ഇന്നൊരു പായസം ഉണ്ടാക്കിയാലോ? മത്തങ്ങ പായസം. ആദ്യം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വേവിക്കാൻ വെക്കണം. ആവിയിൽ ഞാനൊരു പാത്രത്തിലിട്ട് വേവിക്കാൻ വെച്ചു. ആവിയിൽ വേവിച്ചാൽ വെള്ളം അധികം ഉണ്ടാവില്ല. അങ്ങനെ ആവിയിൽ വെന്തു. അത് നന്നായി ഉടയ്ക്കണം. കയ്യിൽ കൊണ്ടോ നന്നായി ഉടയ്ക്കുക. പായസത്തിന് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. ഇനി ശർക്കരപ്പാനി ഉണ്ടാക്കാം. പാനി റെഡിയായി. പായസത്തിന് 2 സ്പൂണ് അരിപ്പൊടി വേണം. അതെടുത്ത് വയ്ക്കാം. ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാൻ വെച്ചു. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഉടച്ചു വെച്ച മത്തങ്ങ ഇടുക. മത്തങ്ങ നന്നായി വഴറ്റിയെടുക്കണം. ആ നെയ്യിൽ നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ശർക്കരപ്പാനിയിൽ അത് നന്നായി വെന്ത് കുറുകി വരണം. അങ്ങനെ ശർക്കരയും മത്തങ്ങയും നന്നായി കുറുകി വന്നു. ഇനി അതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി കുറച്ച് 2-ാം പാലിൽ ആ അരിപ്പൊടി നന്നായി കലക്കി അതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇനി അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് 2-ാം പാലൊക്കെ നല്ല കുറുകി കുറച്ച് കട്ടിയായി വരണം. പായസത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. പിന്നെ 2 സ്പൂണ് പഞ്ചസാര ഇടാം. ഇനി 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളക്കാൻ പാടില്ല. അപ്പോൾ തന്നെ നമുക്ക് വാങ്ങി വെക്കാം. 1 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. പായസം റെഡി. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് നെയ്യിൽ വറുത്ത് പായസത്തിലേക്ക് ഇടാം. അങ്ങനെ ടേസ്റ്റി മത്തങ്ങ പായസം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.